PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ 10th പ്രിലിംസിന്. ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നോക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതല്ല റിവൈസ് ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ കൂടെ PYQ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ PYQ ചെയ്യുക. PYQ ചെയ്ത് നോക്കുക. ഈ PYQ ചെയ്യുന്നതിനോടൊപ്പം വെറുതെ PYQ ചെയ്യരുത്, അത് ഓപ്ഷനും കൂടെ നമ്മൾ വിശകലനം ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നിശാന്തതയ്ക്ക് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? നമുക്കറിയാം, ഏതാണ്? വൈറ്റമിൻ എ. അപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? C, D, E. വൈറ്റമിൻ C, വൈറ്റമിൻ D, വൈറ്റമിൻ E. അപ്പോൾ ഇങ്ങനെ 3 കൊടുത്തിട്ടുണ്ടായിരിക്കും, 3 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാവും, 4 ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ വൈറ്റമിൻ എ ഓക്കെ. പിന്നെ അതിൽ കൂടാതെ വൈറ്റമിൻ സി അതിൻ്റെ രാസനാമം, പിന്നെ അത് എന്തിലാണ് അത് കൂടുതലായി കാണപ്പെടുന്നത്, പിന്നെ അതിനുശേഷം വൈറ്റമിൻ ഡി അതിന് മൂലം ഉണ്ടാകുന്ന രോഗവേദാണ്, പിന്നെ അതിൻ്റെ നാമം എന്താണ്, അങ്ങനെയൊക്കെ. പിന്നെ വൈറ്റമിൻ ഇ, ഇതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ PYQ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഓപ്ഷനും കൂടെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ എല്ലാ ഇതും നമുക്ക് പെട്ടെന്ന് കിട്ടും. എല്ലാ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അത് പിന്നെ അതിൻ്റെ എന്താണ് നാമങ്ങൾ എന്തൊക്കെയാണെന്ന്, അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഏതിൽ വരും? നമ്മുടെ ബയോളജിയിൽ വരും അല്ലേ? ഇത് നമ്മുടെ ബയോളജിയിൽ വരും. ഇനി അടുത്തത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കേരളം. ഓക്കെ, കേരളം നവോത്ഥാനത്തിനെ കുറിച്ച്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അയ്യങ്കാളിനെ കുറിച്ച് നോക്കണം. പിന്നെ നമ്മുടെ SNDP നോക്കണം. പിന്നെ മന്നത്ത് പത്മനാഭൻ, അവരുടെ 3 പേരെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. പിന്നെ അവരുടെ സംഘടന, പത്രം, പിന്നെ അവരെന്തെങ്കിലും പത്രം ഉണ്ടെങ്കിൽ ആ പത്രം, പിന്നെ അവരുടെ കൃതികൾ. ഓക്കെ. അപ്പോൾ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അവരുടെ സംഘടന, പത്രം, കൃതികൾ, അതൊക്കെ നമുക്ക് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പിന്നെ എന്താണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആർട്ടിക്കിൾസ്, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, പിന്നെ ഭേദഗതി, അടിയന്തരാവസ്ഥ, അതെല്ലാം നമുക്ക് ഭരണഘടനയിൽ വരും. ഓക്കെ. ആർട്ടിക്കിൾസ്, മൗലിക കടമകൾ, മൗലിക അവകാശം, പിന്നെ വേറെ എന്തെങ്കിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അടിയന്തരാവസ്ഥ, ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ ഈ ആദ്യമായിട്ട് ആമുഖത്തിനെയൊക്കെ കുറിച്ച് പഠിക്കാം. പിന്നെ ആമുഖം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുക. പിന്നെ അടുത്തത് കേരളം. കേരളം ഇന്ത്യ ഭൂമിശാസ്ത്രം, അതിൻ്റെ രണ്ടിൻ്റെയും ഭൂമിശാസ്ത്രത്തിൽ, കേരളത്തിൻ്റെ ഇന്ത്യയുടെയും ഭൂമിശാസ്ത്രത്തിൽ രണ്ടും കൂടെയാണ് പറയുന്നത്. അതിൽ നദി, അണക്കെട്ട്, വന്യജീവി സങ്കേതം, അതേപോലുള്ള കാര്യങ്ങൾ പഠിക്കുക. നദി, അണക്കെട്ട്, വന്യജീവി സങ്കേതം, പിന്നെ ദേശീയോദ്യാനങ്ങൾ, അതൊക്കെ നമുക്ക് കേരളത്തിൻ്റെ ഇന്ത്യയുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ SCERTയും കൂടെ ബേസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിനെയൊക്കെ തന്നെ പുതിയതായിട്ട് കറണ്ട് അഫെയർസ് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അത് നമുക്കറിയാമല്ലോ എത്ര മാർക്കിനൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സമവാക്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, ഇപ്പം നമ്മളറിയാമല്ലോ ചലന സമവാക്യങ്ങൾ, പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ടാവുമല്ലോ. പിന്നെ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ പിന്നെ നമ്മുടെ കണ്ടുപിടിച്ചവരില്ലേ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അങ്ങനെയുള്ളതും, പിന്നെ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ, ആധുനിക ആവർത്തന പട്ടിക, പിന്നെ എന്താണ് പഴയതിൻ്റെ ആവർത്തന പട്ടിക കണ്ടുപിടിക്കുക, മൂലകങ്ങളുടെ എണ്ണം ലാസ്റ്റ് കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതൊക്കെ ആയിരിക്കും. നമ്മൾ ഒത്തിരി അങ്ങോട്ട് കാടുകയറി പഠിക്കേണ്ട കാര്യമില്ല. 10th പ്രിലിംസ് ആണ്, ഒരുപാട് അങ്ങോട്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇത്രയും നാൾ അങ്ങനെയായിരുന്നു, ഇനി നമുക്ക് ഭാവിയിൽ അറിയത്തില്ല, എന്നാലും നമുക്ക് അങ്ങനെ തന്നെ കരുതിപ്പോവാം. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു നവോത്ഥാന നായകരുടെ കാര്യം പറഞ്ഞു.
പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്കണോമിക്സിൽ പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, അത് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചു വെക്കാം. പഞ്ചവത്സര പദ്ധതികൾ എത്ര എണ്ണം ഉണ്ട്, അത് അതിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരും. ഏതൊക്കെയാണ് സ്വാതന്ത്ര്യ സമരകാലവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഫസ്റ്റ് തന്നെ രാജാറാം മോഹൻ റോയി, പിന്നെ ജ്യോതിറാവ് ബഫൂലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെയൊക്കെ ഒരു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്ദേ മാതരം, അത് പിന്നെ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. അപ്പോൾ രണ്ടും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവകാശങ്ങളും കടമകളും ഒരു പൗരൻ്റെ, ഇത് ഭരണഘടനയിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ നമുക്ക് രണ്ടിലും പഠിക്കാം. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഏതൊക്കെയാണ്, അതിന് അതിന് അനുയോജ്യമായ മണ്ണിനങ്ങൾ, പിന്നെ കേരളത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്, വനം, കാലാവസ്ഥ, ഇതെല്ലാം നമുക്കൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അറിയാം. നമുക്ക് കുറേ പ്രക്ഷോഭങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്നും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ശബ്ദവും പ്രകാശവും, അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതാണ്, പിന്നെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് കുറവ് ഏതാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ സൗരയൂഥം, പിന്നെ അത് അസ്ട്രോണമിയിൽ വരുന്നതാണ്. അത് ചിലപ്പോൾ അവർ ഫിസിക്സിലും ചോദിക്കും. ശരിക്കും അത് അസ്ട്രോണമിയിൽ വരുന്നതാണ്, ഫിസിക്സിലാണ് ഉൾപ്പെടുത്തി ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എത്ര ഗ്രഹങ്ങളുണ്ട്, അതിൻ്റെ ഉപഗ്രഹങ്ങൾ, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ഏത് ഗ്രഹത്തിനാണ്, ഏറ്റവും വലിയ ഉപഗ്രഹം ആരുടെയാണ്, ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്, പിന്നെ അതിൻ്റെ വലിപ്പക്രമങ്ങൾ, അതെല്ലാം നമുക്ക് പഠിച്ചു വെക്കാം. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, നമുക്ക് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയാലോ, ഡയബറ്റീസ്, പിന്നെ ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല, ആ രോഗങ്ങൾ. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരുപാട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. ഹൃദ്യം, താലോലം, അങ്ങനെയുള്ള കുറേ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അതിൽ എല്ലാം വായിച്ചത് പൊതുജനാരോഗ്യത്തിലാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മാത്സിൽ അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല, അത് 10 മാർക്കിൻ്റെയാണ്. പിന്നെ ലഘുഗണിതം 10 മാർക്കിൻ്റെയാണ്. അത് നമുക്ക് LCM, HCF, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, അതൊക്കെ നമുക്കറിയാം. പിന്നെ കൂടുതലായിട്ട് ശരാശരി, ലാഭവും നഷ്ടവും, അതൊന്ന് നോക്കി വെക്കണം. പിന്നെ നമ്മുടെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയുമാണ്. അതിൽ സമാന ബന്ധങ്ങളുണ്ട്, തരംതിരിക്കലുണ്ട്, വയസ്സ്, സ്ഥാനനിർണ്ണയം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ക്ലോക്ക് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലോക്ക് നമുക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം. ഈ ദിശയായിട്ടൊക്കെ സ്ഥാനനിർണ്ണയം അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ക്ലോക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര ടഫുള്ളൊരു ടോപ്പിക്കൊന്നും അല്ലല്ലോ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലോക്കും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാ സബ്ജക്റ്റിൻ്റെ ഏതൊക്കെയാണ് വരുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. എല്ലാ സബ്ജക്റ്റിൻ്റെ ഏതൊക്കെയാണ് വരുന്നതെന്ന് ഞാനിപ്പോൾ ഏകദേശം അല്ല, ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമ്മുടെ അതിർത്തികളൊന്നും പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന്. കാര്യം ഏറ്റവും കൂടുതൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മളൊന്നുകൂടെ നോക്കി വയ്ക്കുക. പിന്നെ നദികൾ ഏതൊക്കെയാണ്, പ്രധാന നദികൾ അറിയാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് പ്രധാന നദികൾ. ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, പിന്നെ നർമ്മദ, താപ്തി, അതൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്, എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എത്ര കിലോമീറ്റർ ഉണ്ടാകും, അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാഹിത്യം, കായികം, രാഷ്ട്രീയം, അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തി പഠിക്കുന്നതായിരിക്കും നല്ലത്. സാഹിത്യ മേഖലയൊക്കെ നമുക്ക് അറിയാം, പുരസ്കാരങ്ങൾ, കായിക മേഖലയിലും അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ വേൾഡ് കപ്പ്, അതേപോലെ തന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഹോക്കിയായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇത് കറണ്ട് അഫയേഴ്സായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. കലാ സാംസ്കാരിക മേഖലയും അതേപോലെ തന്നെ അവാർഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ അവാർഡുകൾ, അങ്ങനെയുള്ള അവാർഡുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പഴയ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ജ്ഞാനപീഠം നേടിയവരുടെ അക്രമം അനുസരിച്ച്, വർഷങ്ങളനുസരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും പഠിക്കുക, പഴയ കാര്യങ്ങളും കൂടെ ഒന്ന്
ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ്, യുദ്ധങ്ങൾ നമ്മൾ നോക്കണം, ഏതൊക്കെ യുദ്ധങ്ങളാണ്, പിന്നെ ഏതൊക്കെ വിധ മേഖലകളിൽ നമുക്കുണ്ടായിരുന്ന പുരോഗതികൾ എന്തൊക്കെയാണെന്ന്, പുരോഗതികളും നേട്ടങ്ങളും അതൊക്കെയൊക്കെ ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ. ഞാനിപ്പോൾ എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്സും പ്രധാനമായിട്ടുള്ള പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.